Good morning. Good morning. എല്ലാവർക്കും പ്രതീക്ഷിക്കാതെ ലീവ് കിട്ടിയല്ലേ? ഓക്കെ. അതിലൊക്കെ ചാപ്റ്റർ ഒക്കെ വായിച്ചു നോക്കിയായിരുന്നു ഇന്നലെ? റീഡ് ചെയ്തായിരുന്നു ആരെങ്കിലൊക്കെ? അവധിയൊക്കെ കിട്ടുമ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സമയം കിട്ടുന്നതിന്റെ അനുസരിച്ച് ഒന്ന് റിവൈസ് ചെയ്തൊക്കെ നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചുകൊണ്ടിരിക്കണം, എങ്കിലാണ് നമുക്കത് ഓർമ്മ കിട്ടുള്ളൂ. ഇത്ര ടഫ് ചാപ്റ്റേഴ്സ് ഒക്കെയാണ് ഇപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതിന് ഫ്രീ ടൈം ക്ലാസ് ഒക്കെ ഇല്ല, ഫ്രീ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മള് പർച്ചേസിംഗ് ആണ്. നമ്മൾ എല്ലാവരും ചെയ്യാറുള്ള ഒരു കാര്യമാണ് പർച്ചേസ് ചെയ്യാറുള്ള പല സാധനങ്ങളൊക്കെ. ഹോസ്പിറ്റലിലെ പർച്ചേസിങ്, മെറ്റീരിയൽസുകളുടെ പർച്ചേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പർച്ചേസിങ് എന്താണ്? പർച്ചേസിംഗ് എന്ന് പറയുന്നത്, പർച്ചേസിംഗ് ഈസ് ദ അറേഞ്ച്ഡ് അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ ബൈയിങ് എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ. എൻറ്റിറ്റി, ENTITY. ഒരു പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു വാങ്ങുന്ന സ്ഥാപനത്തിനായി ഗുഡ്സിന്റെയും സർവീസുകളുടെയും ക്രമീകരിച്ച ഏറ്റെടുക്കലാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കൽ. Purchasing is the arranged acquisition of goods and services for the buying entity. ഒരു സ്ഥാപനം ഏറ്റെടുക്കുന്ന എന്തിനു വേണ്ടി? ഒരു ബൈയിങ് എൻറ്റിറ്റി എന്ന് പറഞ്ഞേക്കുന്നത്. പർച്ചേസിംഗ് എന്ന് പറയുന്നത് വാങ്ങുന്ന ഒരു സ്ഥാപനത്തിനായി ഗുഡ്സിന്റെയും സർവീസുകളുടെയും ക്രമീകരിച്ച ഏറ്റെടുക്കലാണ്. Purchasing activities are required to make sure that required items are acquired in a timely manner and at a reasonable cost. Timely manner എന്താ? സമയബന്ധിതമായും ന്യായമായ ചിലവിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങള്, റിക്വയർഡ് ഐറ്റംസ്, ആവശ്യമുള്ള സാധനങ്ങള് സമയബന്ധിതമായും അതുപോലെ ന്യായമായ ചിലവിലും ഏറ്റെടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് പർച്ചേസിംഗ് പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. Purchasing activities are required to make sure that required items are acquired in a timely manner and at a reasonable cost. എന്താ പറഞ്ഞേക്കുന്നത്? ആവശ്യമായ സാധനങ്ങള് സമയബന്ധിതമായും ന്യായമായ ചെലവിലും ഏറ്റെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പർച്ചേസിംഗ് പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. Purchasing done as per the needs or activities undertaken by the hospital. എങ്ങനെ പർച്ചേസിംഗ് നടത്തുന്ന? ഒരു ഹോസ്പിറ്റലിലെ നീഡ്സ് എന്താണ്, ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ആശുപത്രി ഏറ്റെടുക്കുന്ന ആവശ്യങ്ങള് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അനുസരിച്ചിട്ടാണ് പർച്ചേസിംഗ് നടത്തുന്നത്. അപ്പൊ നീഡ്സ് എന്താണെന്ന് നോക്കണം അല്ലെ? എന്തൊക്കെയാണ് ആവശ്യം എന്ന് നോക്കി അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പർച്ചേസിംഗ് നടത്തുന്നത്. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതിൽ ആ ഫസ്റ്റത്തെ പാരഗ്രാഫില് ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറഞ്ഞല്ലോ. അത് ജസ്റ്റ് വേറൊന്നുമില്ല, നിങ്ങൾ എന്താ പറയാ, ഏറ്റവും ടോപ്പില് നമ്മൾ പറഞ്ഞല്ലോ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് മെറ്റീരിയൽസ് മാനേജർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഏറ്റവും ടോപ്പിൽ വരുന്ന മെറ്റീരിയൽസ് മാനേജർ ആണ്. അതിന്റെ കീഴിൽ വരുന്ന ഒരു സെക്ഷനിൽ പർച്ചേസ് അസിസ്റ്റന്റ് മാനേജർ, പർച്ചേസ് അസിസ്റ്റന്റ്. അപ്പുറം പറഞ്ഞേക്കുന്നത് മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിൽ തന്നെ വരുന്നതാണ് സ്റ്റോറുകള്, അസിസ്റ്റന്റ് മാനേജർ, സ്റ്റോർ കീപ്പർ. അത് വേറെ ഒന്നുമില്ല. ഡയറക്റ്റ് വേറെ ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ ആ ഫ്ലോ ചാർട്ട് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. Which of the following organogram is correct relating to organization structure of materials management department? Okay. അപ്പൊ അതിന്റെ കറക്റ്റ് ഓർഡർ ഇപ്പൊ മെറ്റീരിയൽസ് മാനേജർ, പർച്ചേസ് അസിസ്റ്റന്റ് മാനേജർ, പർച്ചേസ് അസിസ്റ്റന്റ്.
അപ്പൊ അതിന്റെ ഫ്ലോ ചാർട്ട് മാത്രം നോക്കിയാൽ മതി. കൂടുതലായിട്ടൊന്നും നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ നിൽക്കണ്ട. എന്നുവെച്ചാൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഒരു 4-5 ക്വസ്റ്റ്യൻ, അതിൽ കൂടുതൽ മാക്സിമം 6 ക്വസ്റ്റ്യൻ ഒക്കെ അല്ലേ വരുള്ളൂ. അതിൽ കൂടുതലൊന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഇത്രയും വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചില ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഇടാൻ പറ്റാതെ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റാത്ത കുറച്ച് സെക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. അതാണ് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ബേസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. നമ്മൾ ആവശ്യമില്ലാതെ കുറെ വെറുതെ വായിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇതിനകത്ത് മാക്സിമം ഒരു 6-7 ക്വസ്റ്റ്യൻ, അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവില്ല. 6-7 ക്വസ്റ്റ്യൻ ഒക്കെ വരുള്ളൂ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഇടാൻ തന്നെ ഓൾറെഡി കുറച്ച് എന്താ പറയാ ഏരിയാസ് ഉണ്ട്. അപ്പൊ അതാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളോട് പഠിക്കാൻ പറയുന്നത്. അതിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിച്ചു പോകുക. ഇത്രയും നമ്മള് ബാച്ചുകൾ ഹാൻഡിൽ ചെയ്ത ഒരു പരിചയം കൊണ്ട് ഞാൻ പറയാം, റിപ്പീറ്റഡ് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിലൊക്കെ ആ ഒരു സെക്ഷനിൽ നിന്നൊക്കെ തന്നെയാണ് കൂടുതൽ ചോദിച്ചു കണ്ടേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ പഠിക്കണം. ഇനി ഞാൻ പറയുന്നത് ഈ ഒരു പേജിൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇവിടെ നോക്കി, ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങളൊന്ന് നോക്കിയേ. അത് ഇമ്പോർട്ടന്റ് ആണ്. അവിടെ 6 നമ്മള് ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അവിടെ ഞാൻ ഒന്ന് വായിക്കാം, നോക്കിയേ. ടു ഗെറ്റ് ദ റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്ലേസ് ഫ്രം ദ റൈറ്റ്, റൈറ്റ് വെച്ചിട്ട് കേട്ടോ. അവിടെ എന്നാ തന്നേക്കുന്നത്. ആ ഫസ്റ്റ് ലൈൻ ഒന്ന് നോക്കിയേ. എന്ന് മാറ്റിയിട്ട് അവിടെ 6 ആക്കുക. റൈറ്റ് വെൻഡർ, വെൻഡർ എന്ന് പറഞ്ഞ ആരാ? കച്ചവടക്കാരൻ. ഓക്കെ, റൈറ്റ് വെൻഡർ ഓർ സോഴ്സ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 6 hours ഓഫ് പർച്ചേസിങ്. അത് 16 തന്നേക്കുന്നത്. അവിടെ 6 എന്നുള്ളൂ കേട്ടോ. 6 എന്ന് ആക്കാതെ 6 hours ഓഫ് പർച്ചേസിങ്. കണ്ടോ? കറക്റ്റ് ചെയ്തോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് മാർക്കറ്റിംഗിൽ നമ്മൾ പഠിച്ചില്ലേ 4 P's ഓഫ് മാർക്കറ്റിംഗ്? ഏതൊക്കെയായിരുന്നു 4 P's? മെസ്സേജ് ചെയ്യോ വേഗം. ഏതൊക്കെയായിരുന്നു 4 P's പറഞ്ഞത്? അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും തന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. പ്രൊഡക്റ്റ് ഉണ്ട്, ഓക്കെ, പ്രൈസ് ഉണ്ട്, പ്ലേസ് ഉണ്ട്, പ്ലേസ്, പ്രൊമോഷൻ. ഓക്കെ, ഇത് 4 നമ്മൾ വെരി ഗുഡ്. അപ്പൊ എല്ലാവരും പഠിച്ചു പോകണ്ടല്ലേ? ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇമ്പോർട്ടന്റ് പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതിനകത്ത് 4 hours ഓഫ് പർച്ചേസിങ് നമ്മുടെ മാർക്കറ്റിംഗിൽ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ 6 hours ഓഫ് പർച്ചേസിങ്. അത് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകുക. റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്ലേസ്, റൈറ്റ് വെൻഡർ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്. ഇതിനെയാണ് 6 hours ഓഫ് പർച്ചേസിംഗ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നന്നാ അണ്ടർലൈൻ ചെയ്തിട്ട്. എങ്ങനെയാ? ഒരു സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വെൻഡർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരിൽ നിന്നോ ഒക്കെ എങ്ങനെ ശരിയായ സമയത്തും ശരിയായ സ്ഥലത്ത് ശരിയായ ഗുണനിലവാരവും ശരിയായ അളവിലും നമ്മള് പ്രൊഡക്റ്റ് ഒക്കെ നേടുന്നതിന് റൈറ്റ് ഏതാണ്? റൈറ്റ് പ്രൈസ്, ശരിയായ പ്രൈസില് ശരിയായ വിലയില് ശരിയായ ക്വാളിറ്റിയില് ശരിയായ ക്വാണ്ടിറ്റിയില് റൈറ്റ് വെൻഡർ ശരിയായ വെൻഡേഴ്സിൽ നിന്ന് റൈറ്റ് പ്ലേസില് റൈറ്റ് ടൈമില് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മൾ അതിന് 6 hours ഓഫ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. Other objectives include keeping the constant flow of material and to guarantee higher productivity. മെറ്റീരിയലുകളുടെ നിരന്തരമായിട്ടുള്ള ഒഴുക്ക്, കോൺസ്റ്റന്റ് ഫ്ലോ, നിരന്തരമായിട്ടുള്ള ഒഴുക്ക് നിലനിർത്തുന്നതും അതുപോലെ പ്രൊഡക്ടിവിറ്റി, ഉയർന്ന ഉൽപാദനക്ഷമത ഉറപ്പു നൽകുന്നതും മറ്റ് ലക്ഷ്യങ്ങളും other objectives ഉൾപ്പെടുന്നതാണ്. Other objectives include keeping the constant flow of material and to guarantee higher productivity. ഉയർന്ന ഉൽപാദനക്ഷമത ഉറപ്പു നൽകുന്നതിനും പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റന്റ് മെറ്റീരിയൽസിന്റെ കോൺസ്റ്റന്റ് ഫ്ലോ ഇത് ഏതില് അതർ ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുന്നതാണ്.
അപ്പൊ അതിനകത്ത് ആ പാരഗ്രാഫില് നമ്മൾ 6 hours of purchasing ഏതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്നുള്ളത് 6 എണ്ണത്തിന്റെ പേരുകളും പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വരുന്നത് വെൻഡർ ഇവാലുവേഷൻ. Vendor evaluation performed relying on quality rating and delivery rating. അപ്പൊ വെൻഡർ ഇവാലുവേഷൻ, വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? കച്ചവടക്കാരൻ അല്ലെ. അപ്പൊ വെൻഡർ മൂല്യനിർണ്ണയം നടത്തുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ക്വാളിറ്റി റേറ്റിംഗ്, ഡെലിവറി റേറ്റിംഗ്. ക്വാളിറ്റി റേറ്റിംഗിനെയും ഡെലിവറി റേറ്റിംഗിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെൻഡർ മൂല്യനിർണ്ണയം നടത്തുന്നത്. വെൻഡർ ഹാസ് to be trustworthy. Trustworthy എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വസ്തനായിരിക്കണം എന്ന്. വെൻഡർ എങ്ങനെയായിരിക്കണം? കച്ചവടക്കാരൻ. നമ്മളിപ്പോ ഹോസ്പിറ്റലിലെ പർച്ചേസിങ്ങിന് നമ്മള് കോൺട്രാക്ട് കൊടുക്കും, അങ്ങനെ ആരുമായിട്ട് ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വെൻഡേഴ്സ് എങ്ങനെയായിരിക്കണം? ഒരു വിശ്വസ്തനായിരിക്കണം. ട്രസ്റ്റ്വർത്തി, വിശ്വസ്തനായിരിക്കണം. Vendor has to be trustworthy. Hospital will have an approved list of vendors. ഹോസ്പിറ്റലിന് എന്തുണ്ടായിരിക്കണം? അപ്രൂവ്ഡ് ലിസ്റ്റ്, വെൻഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം. സ്ഥിരമായിട്ട് ഇങ്ങനെ അവര് ഡീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ, കച്ചവടക്കാരുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു അപ്രൂവ്ഡ് ലിസ്റ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റൽ will have an approved list of vendors. Purchase is a business function since we convert resource into service and is then issued. അപ്പോ എന്താ പർച്ചേസിംഗ് എന്ന് പറയുന്നത്? പർച്ചേസ് ഈസ് എ ബിസിനസ് ഫംഗ്ഷൻ. ഒരു ബിസിനസ് ഫംഗ്ഷൻ ആണ്. എന്താണ്? റിസോഴ്സുകളെ സേവനങ്ങളാക്കി മാറ്റുകയും അതുപോലെ തന്നെ തുടർന്ന് നൽകുകയും ചെയ്യുന്നതിനാൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫംഗ്ഷൻ ആണ്. Then purchasing is a spending function and it coordinates with the finance department in the event of bulk purchases. Purchasing എന്നത് ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ, ഒരു ചെലവിടുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിന് കോസ്റ്റ് കൊടുക്കും. എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു വില അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. ഇതെന്ന് പറയുന്നത് എന്താ? ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്, ഒരു ചെലവിടുന്ന ഒരു പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് ബൾക്ക് പർച്ചേസുകളുടെ കാര്യത്തില് ഇത് എങ്ങനെയാണ്? ബൾക്ക് പർച്ചേസുകളുടെ കാര്യത്തില് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് പൈസ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാ? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ബൾക്ക് പർച്ചേസ് എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാണല്ലോ ബൾക്ക് പർച്ചേസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ബൾക്ക് പർച്ചേസുകളുടെ കാര്യത്തില് ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്താണ്? ഒരു കോർഡിനേഷൻ, ഏകോപിപ്പിക്കുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. പർച്ചേസിംഗ് ഈസ് എ സ്പെൻഡിങ് ഫംഗ്ഷൻ. ഇതൊരു ചെലവിടുന്ന ഒരു പ്രവർത്തനമാണ്. അത് ഇറ്റ് കോർഡിനേറ്റ് വിത്ത് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇവന്റ് ഓഫ് ബൾക്ക് പർച്ചേസ്. ബൾക്ക് പർച്ചേസുകളുടെ കാര്യത്തില് ഇത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്ത് ചെയ്യുന്നു? ഏകോപിപ്പിക്കുന്നു. Then purchasing is a vigorous management activity as we require proper planning of material, price forecasting, demand forecasting, organizing, coordination, able administration and timely decision. Okay, ഈ പർച്ചേസിംഗ് എന്ന് പറയുന്നത് എന്താ? വിഗറസ് മാനേജ്മെന്റ്. വിഗറസ് എന്ന് പറഞ്ഞാൽ എന്താ? ഊർജ്ജസ്വലമായ. Purchasing is a vigorous management activity. Say vigorous management activity. Purchasing is a vigorous management activity as we require. എന്തൊക്കെ വേണം നമുക്ക്? പ്രോപ്പർ പ്ലാനിങ് ഓഫ് മെറ്റീരിയൽ. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നീഡ്സ്, ഇങ്ങനെയുള്ള അതിന്റെയൊക്കെ ഒരു പ്ലാനിങ് വേണം. പ്രൈസ് ഫോർകാസ്റ്റിംഗ്, പ്രവചനം. പ്രൈസ് ഇത് എത്രത്തോളം അതിന് പ്രൈസ് ആവുന്നുള്ളൊരു പ്രവചനം മുൻകൂട്ടി കാണുക എന്നാണ്. പ്രവചനം നടത്തുക അല്ലെങ്കിൽ മുൻകൂട്ടി കാണുക. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡ് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. ഓർഗനൈസിങ്, പിന്നെ കോർഡിനേഷൻ, ഏബിൾ അഡ്മിനിസ്ട്രേഷൻ, ഒരു കഴിവുള്ള ഒരു ഭരണം, ആൻഡ് ടൈംലി ഡിസിഷൻ. ഇതെല്ലാം എന്ത് വേണം? ഈ പർച്ചേസിംഗ് ആക്ടിവിറ്റിക്ക് നമ്മള് എന്താ പറയാ അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. വിഗറസ് മാനേജ്മെന്റ് ആക്ടിവിറ്റി റിക്വയർ. നമുക്ക് എന്തൊക്കെ വേണം പർച്ചേസിംഗിൽ? റിക്വയർ പ്രോപ്പർ പ്ലാനിങ് ഓഫ് മെറ്റീരിയൽ, പ്രൈസ് ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഓർഗനൈസേഷൻ, കോർഡിനേഷൻ, ഏബിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടൈംലി ഡിസിഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തെടുക്കുക കേട്ടോ.
പർച്ചേസിംഗിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത്. വി റിക്വയർ പ്രോപ്പർ പ്ലാനിങ് ഓഫ് മെറ്റീരിയൽ, പ്രൈസ് ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഓർഗനൈസിംഗ്, കോർഡിനേഷൻ, ഏബിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടൈംലി ഡിസിഷൻ. ഇനി നെക്സ്റ്റ് നോക്കിയേ, purchasing of hospital vary according to the size and the activities of the hospital. Purchasing എങ്ങനെയാ വേരി, വ്യത്യാസപ്പെട്ടിരിക്കും, വ്യത്യസ്തമായിരിക്കും. എന്തിനനുസരിച്ചാ? അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ സൈസ്, വലിപ്പം അനുസരിച്ച്, അതുപോലെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ അനുസരിച്ച് പർച്ചേസിങ് എങ്ങനെ വേരി ചെയ്യും, വ്യത്യാസപ്പെടും. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. Purchasing of hospital vary according to the dash. എന്തനുസരിച്ചാ? According to the size and activity of the hospital. ഹോസ്പിറ്റലിലെ ആക്ടിവിറ്റി, സൈസ് ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് 3 ടൈപ്പ് ഓഫ് പർച്ചേസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്? 3 തരത്തിലുള്ള പർച്ചേസുകൾ ഹോസ്പിറ്റലിലെ 3 ടൈപ്പ് ഓഫ് പർച്ചേസ്. അതും ഒന്ന് നോട്ട് ചെയ്തോ. ഏതൊക്കെയാണ്? ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രം സപ്ലയർ, ഇമ്പോർട്ട് പർച്ചേസ്. ഏതൊക്കെയാണ്? ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രം സപ്ലയർ, ഇമ്പോർട്ട് പർച്ചേസ്. 3 ടൈപ്പ് ഓഫ് പർച്ചേസ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ. ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം. ലോക്കൽ പർച്ചേസ്, ലോക്കൽ ഉള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. ലോക്കൽ പർച്ചേസിംഗ് ഈസ് എ പെർഫോമൻസ് to buy goods and services which are locally produced rather than those produced in distant places. ഡിസ്റ്റന്റ് പ്ലേസസില്, വിദൂര സ്ഥലങ്ങളില് ഉൽപ്പാദിപ്പിക്കുന്നതിനെ, പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഏതിനാ? നമുക്ക് ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും സർവീസുകൾക്കും ആണ്, അതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതാണ് ലോക്കൽ പർച്ചേസ് എന്ന് പറയുന്നത്. വിദൂര സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ, ഡിസ്റ്റിങ് പ്ലേസസ് എന്ന് പറഞ്ഞാൽ ദൂരമുള്ളത്, വിദൂര സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ നമ്മൾ പ്രാദേശികമായിട്ട് ലോക്കലായിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സുകളും സർവീസുകളും ഒക്കെ വാങ്ങുന്നതിനുള്ള, പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ വാങ്ങുന്നതിനുള്ള മുൻഗണനയാണ് ലോക്കൽ പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പൊ ദൂര സ്ഥലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും സർവീസുകളും പർച്ചേസ് ചെയ്യുന്നതിന് പകരം ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനും സർവീസുകൾക്കും ആയിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പേരിന്ന് തന്നെ അറിയാം, ലോക്കൽ പർച്ചേസ്, ലോക്കലില് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രണ്ടാമത്തെ നോക്കിയേ, പർച്ചേസ് ഫ്രം സപ്ലയർ, സപ്ലയറിൽ നിന്നുള്ള പർച്ചേസ്. സപ്ലയർ എന്ന് പറഞ്ഞാൽ അത് വിതരണം ചെയ്യുന്നവര് അല്ലെ, വിതരണക്കാര്. സപ്ലയറിൽ നിന്നുള്ള പർച്ചേസ് എങ്ങനെയാ? when the purchase order is required by your supplier. നമ്മള് ഈ സപ്ലയറിൽ നിന്ന് ഒരു പർച്ചേസ് ഓർഡർ നമ്മള് സമർപ്പിക്കുമ്പോൾ, when the purchase order is required by your supplier, ഒരു പർച്ചേസ് ഓർഡർ നമ്മൾ സമർപ്പിക്കുമ്പോൾ എന്ത് വേണം? ഇറ്റ് ഫോംസ് എ വാലിഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ സപ്ലയർ. നമ്മളും നമ്മുടെ സപ്ലയറും തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു വാലിഡ് എഗ്രിമെന്റ് ആയിരിക്കണം അല്ലെ. ഒരു സപ്ലയറിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ നമ്മൾ ഒരു എഗ്രിമെന്റ് വേണം, ഇന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ അതിനൊരു ലിസ്റ്റ് വേണം അല്ലെ. ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം ബിറ്റ്വീൻ യു ആൻഡ് യുവർ സപ്ലയർ. നമ്മളും സപ്ലയറും തമ്മിൽ ഒരു വാലിഡ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അതായത് കസ്റ്റമറും സപ്ലയറും തമ്മിൽ, അത് വാങ്ങുന്ന ആളും സപ്ലൈ ചെയ്യുന്ന ആളും, കസ്റ്റമറും സപ്ലയറും തമ്മിൽ ഒരു വാലിഡ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ടു ഡിസ്ട്രിബ്യൂട്ട് products or provide a service on time and at a price agreed. അപ്പൊ എന്തൊക്കെ സംബന്ധിച്ചാ വരുന്നേ? ആൻഡ് നോക്കിയേ, ടു ഡിസ്ട്രിബ്യൂട്ട് പ്രോഡക്ട്സ്, നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചും, ഓർ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചും, അല്ലെങ്കിൽ അതിന്റെ ടൈം, പ്രൈസ്, ഇതൊക്കെ സംബന്ധിച്ച് ഒരു എഗ്രിമെന്റ് അവിടെ ഉണ്ടായിരിക്കണം. നമ്മൾ അതിന് ഇത്ര വില എന്നുള്ള കാര്യമൊക്കെ പറയും അല്ലെ. ആ ടൈം പറയും, ഇന്ന സമയത്ത് എന്താ പറയാ എത്തിക്കും എന്നുള്ള ആ ഒരു ടൈം, അതിന് ഇത്ര വിലയാകും, ആ പ്രൈസ്, എഗ്രി ചെയ്തിരിക്കുന്ന പ്രൈസ്, ഇതൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ സംബന്ധിച്ച്, പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്,
ബന്ധപ്പെടുത്തി നമ്മൾ കസ്റ്റമറും സപ്ലയറും തമ്മിൽ ഒരു വാലിഡ് എഗ്രിമെന്റ് അവിടെ ഉണ്ടായിരിക്കും. When you accept the invoice from the supplier, invoice എന്ന് പറഞ്ഞ ബില്ലാണ് കേട്ടോ, ബില്ല്. അപ്പൊ നമ്മൾ അക്സെപ്റ്റ് ദ ഇൻവോയ്സ് ഫ്രം, നമ്മൾ സപ്ലയറിൽ നിന്ന് ഒരു ബില്ല് വാങ്ങിയതിനു ശേഷമല്ലേ നമ്മൾ അത് അതിന്റെ പേയ്മെന്റ് ഒക്കെ നടത്തുന്നത്. When you accept the invoice from your supplier, നമ്മൾ സപ്ലയറിൽ നിന്ന് നമ്മൾ ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. യു ക്യാൻ, എന്നിട്ടാണ് യു ക്യാൻ ഗോ ത്രൂ വിത്ത് ഇറ്റ് ടു ദ ഓർഡർ. നമ്മൾ എന്നിട്ട് ആ ഓർഡറിലേക്ക് പോകുന്നു, ആ ഓർഡറിൽ കൂടെ ഫോളോ ചെയ്യുന്നു. ആൻഡ് പോസ്റ്റ് ടു യുവർ അക്കൗണ്ട്സ്. എന്നിട്ട് പൈസ അവിടെ എങ്ങനെയാണ്, ക്യാഷ് ആയിട്ടാണ് ക്യാഷ് എങ്ങനെയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. എല്ലാ സാധനങ്ങളും നമ്മളൊക്കെ സാധാരണയാണെങ്കിൽ നമ്മൾ ഓരോന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലെ എന്താണെന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത് കേട്ടോ, പർച്ചേസ് ഫ്രം ദ സപ്ലയർ എന്ന് പറയുന്നത്. അപ്പൊ സപ്ലയറിൽ നിന്നുള്ള പർച്ചേസ്. അപ്പൊ അതിന് ആദ്യം എന്ത് ചെയ്യണം, നമ്മളൊരു ഒരു പർച്ചേസ് ഓർഡർ സമർപ്പിക്കുമ്പോൾ അവിടെ എന്ത് വേണം, ഒരു എഗ്രിമെന്റ് വേണം. നമ്മളൊരു ഓർഡർ കൊടുക്കുമ്പോൾ ഇന്ന സാധനങ്ങൾ വേണമെന്ന് ഒരു ഓർഡർ കൊടുക്കുമ്പോൾ അവിടെ കസ്റ്റമറും സപ്ലയറും തമ്മിൽ ഒരു എഗ്രിമെന്റ് വേണം. അതെന്താ, അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസോ ആയിട്ട് ബന്ധപ്പെട്ട് ആ ടൈമോ പ്രൈസ് ഒക്കെ എഗ്രി ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് വേണം. എന്നിട്ട് ആ സപ്ലയറിൽ നിന്ന് നമ്മൾ ബില്ല് റിസീവ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബില്ല് കിട്ടാതെ ആരെങ്കിലും പേയ്മെന്റ് ഒക്കെ കൊടുക്കോ? ഇല്ല. അപ്പൊ ബില്ല് കിട്ടിയതിന് ശേഷം അക്സെപ്റ്റ് ദ ഇൻവോയ്സ് ഓർ ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ എന്താണ് ഓർഡറിൽ കൂടെ പോകുന്നു. ഗോ ത്രൂ ദ ഓർഡർ ആൻഡ് പോസ്റ്റ് ടു യുവർ അക്കൗണ്ട്സ്. എന്നിട്ട് അക്കൗണ്ട് പൈസ അവിടെ എന്ത് കൊടുക്കുന്നു ചെയ്യുന്നു. അപ്പൊ പ്രൈസും അതിനകത്ത് ടൈമും ഒക്കെ ആ എഗ്രിമെന്റിൽ എഗ്രി ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. Then മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് പർച്ചേസ് ആണ്. ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ ഫോറിൻ കൺട്രീസ്. എവിടെ നിന്നാണത്? ഫോറിൻ കൺട്രീസിൽ നിന്ന് ഉള്ള പർച്ചേസ്. ഇമ്പോർട്ട് ട്രേഡ് മീൻസ് എന്താണ്? ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം എ ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള പർച്ചേസ്. ഓക്കെ, ലോക്കൽ എന്ന് പറഞ്ഞാൽ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അത് പർച്ചേസ് ചെയ്യുന്നത്, ലോക്കൽ പർച്ചേസിങ്. അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനും സർവീസുകൾക്കും ഒക്കെയാണ് നമ്മൾ അത് വാങ്ങാനാണ്, പർച്ചേസ് ചെയ്യാനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. സപ്ലയറിൽ നിന്നുള്ള പർച്ചേസ് ആകുമ്പോൾ പർച്ചേസും ആ കസ്റ്റമറും സപ്ലയറും തമ്മിൽ ഒരു വാലിഡ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. എന്നിട്ട് അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് പറഞ്ഞു എഗ്രിമെന്റിൽ വേണ്ടത്. അതിനുശേഷം സപ്ലയർ ഒരു ബില്ല് തരും. എന്നിട്ട് നമ്മുടെ ആ ഒരു ഓർഡറിലേക്ക് കൂടെ പോകുന്നു. എന്നിട്ട് ക്യാഷ് അവിടെ പേ ചെയ്യുന്നു. അതാണ് ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള പർച്ചേസ്. ദെൻ നെക്സ്റ്റ് വൺ ഇൻ പർച്ചേസിങ് ദ അപ്പൊ മൂന്നെണ്ണം അത് നോട്ട് ചെയ്തിടണം കേട്ടോ. 3 ടൈപ്പ് പർച്ചേസ് ഏതൊക്കെയാന്നുള്ളത് പേരുകളും ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാം. Then in purchasing, the starting point is the recognition of the need for a material on a product. Vendor or source selection has 4 stages. In purchasing, the starting point എന്താണ്? Recognition of the needs of the material. ഒരു ഉൽപ്പന്നത്തിലെ മെറ്റീരിയലിന്റെ നീഡ്, ആവശ്യകത തിരിച്ചറിയുക എന്നുള്ളതാണ് പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. In purchasing, the starting point is dash. എന്താണ്? Recognition of the needs for a material on a product. ഒരു ഉൽപ്പന്നത്തില് മെറ്റീരിയലിന്റെ ആവശ്യകത തിരിച്ചറിയുക. ഒരു ഉൽപ്പന്നത്തിലെ മെറ്റീരിയലിന്റെ ആവശ്യകത തിരിച്ചറിയുക എന്നുള്ളതാണ് പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ നെക്സ്റ്റ് സെന്റൻസ് ആണത്. വെൻഡർ ഓർ സോഴ്സ് സെലക്ഷൻ ഹാസ് 4 stages. ഇനി വെൻഡറിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന 4 സ്റ്റേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, സർവേ സ്റ്റേജ്, എൻക്വയറി സ്റ്റേജ്, നെഗോഷിയേഷൻ സ്റ്റേജ്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ ചർച്ചകൾ. എഴുതി വെച്ച അതിന്റെ മീനിങ്. ചർച്ചകള്, നെഗോഷിയേഷൻ, ചർച്ചകള്. ദെൻ എക്സ്പീരിയൻസ് സ്റ്റേജ്.
experience stage. Vendor or source selection has 4 stages. Vendor അല്ലെങ്കിൽ source selection എത്ര സ്റ്റേജ് ഉണ്ട്? 4 സ്റ്റേജസിലാണ്. ഫസ്റ്റ് ഏതാണ്? സർവേ സ്റ്റേജ്. സെക്കൻഡ് എൻക്വയറി സ്റ്റേജ്, then negotiation stage, experience stage. Okay. അതിനകത്ത് നെഗോഷിയേഷന്റെ ഒരു ഇത് തന്നിട്ടുണ്ട്. ബാക്കി ആ 4 സ്റ്റേജുകളും നോക്കി വെക്കണം കേട്ടോ. നെഗോഷിയേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ലീഡ് ടൈം എന്നിവയായിട്ട് ബന്ധപ്പെട്ട് എന്നിവയുടെ കാര്യത്തില് ക്വാണ്ടിറ്റിയുടെ കാര്യത്തില്, ക്വാളിറ്റിയുടെ കാര്യത്തില്, അതിന് വേണ്ടിയ ടൈം, കിട്ടുന്ന ടൈം, ഇത് എന്നിവയുടെ കാര്യത്തില് ഒക്കെ ഒരു ചർച്ചകള്. ലീഡ് ടൈം ബിറ്റ്വീൻ ordering the material. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേ, മെറ്റീരിയൽ ആണ് കേട്ടോ. getting into the department. ലീഡ് ടൈം അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു ദ ഡിപ്പാർട്ട്മെന്റ്. ഒരു മെറ്റീരിയൽ അത് നന്നാക്കാൻ ഓർഡർ ചെയ്യുന്നതും അത് ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കുന്നതിനും ഇടയിലുള്ള ആ ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നതിനും ഇടയിലുള്ള സമയം, ഓർഡർ ചെയ്യുന്നതിനും അത് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നതിനും ഇടയിലുള്ള സമയത്തിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. The time ഇങ്ങനെ ചോദിക്കാം, the time between ordering the material and getting it to the department. എന്താണ്? ലീഡ് ടൈം. Then next one, purchasing department have a duty. അതൊന്ന് വെട്ടിയിട്ട് അവിടെ കറക്റ്റ് ആക്കി എഴുതിക്കേ. Have a duty. Purchasing department have a duty to spend money judiciously. Judiciously എന്താ? വിവേകപൂർവം. Objectively, വസ്തുനിഷ്ഠമായി. അറിയില്ലാത്തവര് ആ മീനിങ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഒബ്ജക്ടിവിറ്റി, വസ്തുനിഷ്ഠമായി. ഹോണസ്റ്റി, സത്യസന്ധമായി. ആൻഡ് എഫക്റ്റീവ്ലി, ഫലപ്രദമായും. അപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്താ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ഡ്യൂട്ടി ടു സ്പെൻഡ് മണി ജുഡീഷ്യസ്ലി, ഒബ്ജക്റ്റീവ്ലി, ഹോണസ്റ്റി ആൻഡ് ഇഫക്റ്റീവ്ലി. പൈസ സത്യസന്ധമായും വസ്തുനിഷ്ഠമായും ഫലപ്രദമായും വിവേകപൂർവമായും സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കടമയാണ്. ക്യാഷ് വിവേകത്തോടും വസ്തുനിഷ്ഠമായും സത്യസന്ധമായും ഫലപ്രദമായും ചെലവഴിക്കാൻ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഒരു കടമയുണ്ട്. അതും കൂടി അണ്ടർലൈൻ ചെയ്തിട്ടേ. Purchasing department have a duty to spend money judiciously, objectively, honestly and effectively. Next, negotiation. എന്താണ് മീനിങ് ആണ്? ജുഡീഷ്യസ്ലി എന്ന് വെച്ചാൽ വിവേകപൂർവമായി, പൂർവമായി, വിവേകപൂർവം. വിവേകത്തോടുകൂടി നമ്മൾ പറയില്ല, ആലോചിച്ച് ഒക്കെ ചിന്തിച്ച്, വിവേകപൂർവമായി. സ്റ്റേജസ് 4 സ്റ്റേജസും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ജസ്റ്റ് പേരുകൾ. സർവേ സ്റ്റേജ് വരുന്നുണ്ട്. വെൻഡർ ഓർ സോഴ്സ് സെലക്ഷൻ ഹാസ് 4 സ്റ്റേജസ്. സർവേ സ്റ്റേജ്, എൻക്വയറി സ്റ്റേജ്, നെഗോഷിയേഷൻ സ്റ്റേജ്, എക്സ്പീരിയൻസ് സ്റ്റേജ്. പിന്നെ ഞാൻ പറഞ്ഞത് ലീഡ് ടൈം ആണ്. അതൊന്ന് നോക്കാം. ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു ദ ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നത് മുതൽ ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നത് വരെയുള്ള ആ ടൈം, അതിനിടയിൽ എടുക്കുന്ന ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് എ ഡ്യൂട്ടി ടു സ്പെൻഡ് മണി ജുഡീഷ്യസ്ലി, ഒബ്ജക്റ്റീവ്ലി, ഹോണസ്റ്റി ആൻഡ് എഫക്റ്റീവ്ലി. ഇങ്ങനെയൊക്കെ പൈസ ചെലവഴിക്കുക എന്നുള്ളത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുള്ള ഒരു കടമയാണ്. ഓക്കെ, ഇനി അടുത്തത് നെഗോഷിയേഷൻ ആണ്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടു-വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. ബയറും സെല്ലറും തമ്മിലുള്ള ടു-വേ കമ്മ്യൂണിക്കേഷനെയാണ് നെഗോഷിയേഷൻ. മലയാളത്തിൽ ചർച്ചകൾ എന്ന് പറയും.
ഒരു കരാറിൽ എത്താനുള്ള, ഒരു എഗ്രിമെന്റിൽ എത്താനുള്ള ഒരു ചർച്ചകളാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. നെഗോഷിയേഷൻ ഈസ് എ ടു-വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ. ഡാഷ് ഈസ് എ ടു-വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. ഏതാണ് നെഗോഷിയേഷൻ? Negotiation is defined as a decision on a business transaction leading to finalization of purchase and sales contract of goods and services. Negotiation depend on human behavior. Underline ചെയ്തിട്ടോ. Negotiation എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നെഗോഷിയേഷൻ. ഓക്കെ, നമ്മുടെ ഗുഡ്സിന്റെയും സർവീസുകളുടെയും വിക്രയ കരാറുകൾ അന്തിമമാക്കുന്നതിന് വേണ്ടി നയിക്കുന്ന, ഫൈനലൈസേഷൻ എന്ന് വെച്ചാൽ അത് അന്തിമമാക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു ബിസിനസ് ഇടപാടിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ഇസ് ഡിഫൈൻഡ് ആസ് എ ഡിസ്കഷൻ ആണ് ഓൺ എ ബിസിനസ് ട്രാൻസാക്ഷന് വേണ്ടിയുള്ള ഒരു ഡിസ്കഷൻ. എന്തിനാ? ലീഡിങ് ടു ഫൈനലൈസേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് പർച്ചേസ്. അത് നമ്മൾ ഫൈനല് ലാസ്റ്റ് ഒരു ഇതിലേക്ക് വരൂല്ലേ, ആ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് വരെയും അതിലേക്ക് നയിക്കുന്ന ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്നുള്ള ഒരു ഡിസ്കഷൻ ആണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സെയിൽസ് കോൺട്രാക്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നെഗോഷിയേഷൻ ഡിപ്പെൻഡ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നു? ആശ്രയിച്ചിരിക്കുന്നു. അതും കൂടി ആ ഫസ്റ്റ് ലൈനും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. നെഗോഷിയേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിസ്കഷൻ ഓൺ ദ ബിസിനസ് ട്രാൻസാക്ഷൻ ലീഡിംഗ് ടു ഫൈനലൈസേഷൻ ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽസ് കോൺട്രാക്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സിന്റെയും സർവീസുകളുടെയും ഒക്കെ ഒരു എഗ്രിമെന്റ്, ഒരു കരാറ് അന്തിമമാക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു ബിസിനസ് ഇടപാടിനെ കുറിച്ചുള്ള, ബിസിനസ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ്, ഡിസ്കഷനാണ് നെഗോഷിയേഷൻ. ഇനി നോക്കിയാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് നെഗോഷിയേറ്റർ ഓർ നെഗോഷിയേറ്റർ ടീം. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു നല്ലൊരു നെഗോഷിയേഷനുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, ക്യാരക്ടർ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എ പേഴ്സൺ ഹു കണ്ടക്ട് നെഗോഷിയേഷൻ. നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷിയേഷൻ ചർച്ചകൾ കണ്ടക്ട് ചെയ്യുന്ന ആള്. അവിടെ ഒന്ന് അതിന്റെ മുകളിലൊന്ന് എഴുതി വെച്ചേ. പേഴ്സൺ ഹു കണ്ടക്ട് നെഗോഷിയേഷൻ. ആ നെഗോഷിയേഷൻ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു പേഴ്സണെയാണ് നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. നെഗോഷിയേറ്റർ. ഓക്കെ, നെഗോഷിയേറ്റർ. അപ്പൊ ഒരു നല്ലൊരു നെഗോഷിയേറ്ററിന് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നോക്കിയേ. ഓരോ പോയിന്റ്സുകൾ ഇതും അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്തിട്ടോ. ഇതാണ് ഓക്കെ. നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹു കണ്ടക്ട് CONDUCT കണ്ടക്ട് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ കണ്ടക്ട് ചെയ്യുന്ന ആള്, ആ ചർച്ച കണ്ടക്ട് ചെയ്യുന്ന ആളിനെയാണ് നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. ചർച്ച കണ്ടക്ട് ചെയ്യുന്ന ആള് നെഗോഷിയേറ്റർ. ഓക്കെ, ഇനി ആ നെഗോഷിയേറ്ററിന് വേണ്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ. ഒന്നാമത്തെ പോയിന്റ് എന്താ? നല്ലൊരു നോളജ് ഉണ്ടാവണം. ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ കുറിച്ച് ഒരു നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. നമുക്ക് ആ ഒരു മെറ്റീരിയൽസ് എന്താണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നോ ഒരു അറിവില്ലാത്ത ഒരാൾ വന്നിരുന്നിട്ട് ചർച്ചയിൽ പങ്കെടുത്തിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ചർച്ച കണ്ടക്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് വേണ്ട ഒരു കാര്യം? നെഗോഷിയേറ്ററിന് വേണ്ട ഫസ്റ്റ് ഒരു കാര്യം, ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ആ ഒരു മെറ്റീരിയലിനെ കുറിച്ചുള്ള നല്ലൊരു നോളജ് വേണം. നമുക്കിപ്പോ ഒന്നും അറിയില്ലാത്ത ആള് വന്നിട്ട് ആ ചർച്ചയിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, അല്ലെ? അപ്പൊ നെഗോഷിയേറ്റർ എങ്ങനെയായിരിക്കണം? ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉള്ള ആളായിരിക്കണം. എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷന് എഫിഷ്യൻസി ഉള്ള ആളായിരിക്കണം. ഒന്നും ഇണ്ടാതിരിക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് നെഗോഷിയേറ്റർ ആക്കി വെക്കാൻ പറ്റുമോ? നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് എന്ന് പറഞ്ഞ സ്കില്ല് വേണം. നമ്മൾ അവരുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവര് പറയുന്നത് എന്താണോ അതിനൊരു മറുപടി കൊടുക്കാനും നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാനും ഒക്കെ കഴിവുള്ള ഒരാളായിരിക്കണം. കമ്മ്യൂണിക്കേഷന് എഫിഷ്യൻസി വേണം. എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ.
ബോത്ത് തേർഡ് പോയിന്റ് നോക്കിയേ, ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈല്. എങ്ങനെയാണ്? ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ്, അത് പ്രതിരോധാത്മകമായിട്ടുള്ള ശൈലികള്. അതായത് പെട്ടെന്ന് എന്തെങ്കിലും അതിനെ പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് അതിനെ എന്താ പറയാ, അതിനൊരു മറുപടി, പെട്ടെന്നൊരു മറുപടി അല്ല കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. എന്താ പറയാ, എന്തെങ്കിലും നമുക്ക് പറ്റാത്ത കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനപ്പം തന്നെ പ്രതിരോധിക്കുന്ന ഒരാളായിരിക്കണം. ഡിഫൻസീവ്, ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈൽ, പ്രതിരോധാത്മകമായിട്ടുള്ള ശൈലികൾ വേണം. Then ഫോർത്ത് പോയിന്റ് നോക്കിയേ, ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ, വളരെ ക്ലിയർ ആയിരിക്കണം, പെട്ടെന്ന് ചിന്തിക്കുന്ന ആളായിരിക്കണം. പെട്ടെന്ന് അതിന് നമ്മൾ എന്താ പറയാ, അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ആളായിരിക്കണം. നാലാമത്തെ പോയിന്റ്, ക്ലിയർ ആൻഡ് റാപ്പിഡ്. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചിന്തിച്ച് അതിനൊരു സൊല്യൂഷൻ പറയണം, അല്ലെ? അപ്പൊ അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കാനുള്ള കഴിവ്, ക്ലിയർ റാപ്പിഡ് തിങ്കർ ആയിരിക്കണം. ദെൻ ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, നല്ല വ്യക്തിഗത കഴിവുള്ള ആളായിരിക്കണം. ഇന്റർപേഴ്സണൽ സ്കിൽസ്, നല്ല വ്യക്തിഗത കഴിവുള്ള ആളായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്. ഓക്കെ, നല്ല കരാറുകളുടെ നിയമം, പിന്നെ അതുപോലെ അക്കൗണ്ടിങ്, പിന്നെ പ്രൈസിങ്, വില നിർണ്ണയം എന്നിവയെ കുറിച്ചുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം. ആ കോൺട്രാക്ടർ അതിനെ കുറിച്ചുള്ള ലോ, നിയമം, നമ്മുടെ കരാറുകളുടെ നിയമം ഒക്കെ അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ കോൺട്രാക്ടിങ് എഗ്രിമെന്റ്, പിന്നെ എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്, എന്നുവെച്ചാൽ കരാറുകളുടെ ആ നിയമം, അക്കൗണ്ടിങ്, പ്രൈസിങ് എന്നിവയെ കുറിച്ചൊക്കെ നല്ലൊരു നോളജ്, അറിവുള്ള ഒരാളായിരിക്കണം. ദെൻ ലോജിക്കൽ തിങ്കർ, യുക്തിപരമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. ലോജിക്കൽ തിങ്കർ. ഓക്കെ, ദെൻ ഗുഡ് ലിസണർ, നല്ലൊരു ശ്രോതാവായിരിക്കണം. ചർച്ചയിൽ മറ്റുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങള് കേൾക്കാൻ ഉള്ള നല്ലൊരു കഴിവുള്ള. ചില ആളുകള് എന്താ പറയാ, നമ്മളെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല, അല്ലെ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളത് പറ്റില്ല. നമ്മൾ അവര് പറയുന്ന കാര്യം കൂടി കേൾക്കണം. നല്ലൊരു ലിസണർ കൂടി ആയിരിക്കണം. ഗുഡ് ലിസണർ. എന്നിട്ട് വേണം അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഒരു മറുപടി പറയാനായിട്ട്. ഗുഡ് ലിസണർ ആയിരിക്കണം. ഒപ്റ്റിമിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ? ശുഭാപ്തി വിശ്വാസം, നല്ല ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല നർമ്മബോധമുള്ള ആളായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഗുഡ് നെഗോഷിയേറ്ററിൽ വരുന്നത്. ഈ പോയിന്റ്സുകൾ പഠിക്കണം. ഓക്കെ, ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അതിൽ ഏതെങ്കിലും മീനിങ് കിട്ടാത്തുണ്ടോ? ഏതെങ്കിലും പോയിന്റിന്റെ? എല്ലാവരും ഇനി പറയുന്നില്ല. ക്ലിയർ അല്ലേ അത്? ഓക്കെ, ഇനി അടുത്തത് ഇത് വെറുതെ ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ഒബ്ജക്റ്റീവ് ഓഫ് നെഗോഷിയേഷൻ, അതൊന്നും അങ്ങനെ ഒപ്റ്റിമിസ്റ്റിക് എന്ന് വെച്ചാൽ ശുഭാപ്തി വിശ്വാസം. ചില ആളുകളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കൂലേ, അവർക്കെല്ലാം ശരിയാവും. നല്ലൊരു ശുഭാപ്തി വിശ്വാസം ഉള്ളവരാന്ന് പറയില്ലേ. ചിലരെല്ലാം നെഗറ്റീവായിട്ടേ എടുക്കുള്ളൂ. അല്ലെങ്കിൽ അവർക്കൊരു വിശ്വാസം എന്താ, ശരിയാവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മൈൻഡ് ഉള്ളവരും ഉണ്ടായിരിക്കും. എന്നാൽ കോൺഫിഡന്റ് ആയിട്ട് നല്ല ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസം. ഇനി ഇതിനകത്തൊന്നും ക്വസ്റ്റ്യൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ടു സേഫ്ഗാർഡ് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾസ്, ഒരു ഓർഗനൈസേഷന് ഇൻട്രസ്റ്റ് അതുപോലെ ലക്ഷ്യങ്ങളൊക്കെ സേഫ്ഗാർഡ് ചെയ്യാന്ന് വെച്ചാൽ സംരക്ഷിക്കുക. ഓക്കെ, സേഫ്ഗാർഡ്, സംരക്ഷിക്കുക. ഓർഗനൈസേഷന്റെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ സംരക്ഷിക്കുക. അത് നെഗോഷിയേഷന്റെ ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ്, രണ്ടാമത്, ടു സീ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് ഇൻ എ ഡിസ്അഡ്വാൻറ്റേജസ് പൊസിഷൻ, സംഘടന ഓർഗനൈസേഷൻ പ്രതികൂലമായ അവസ്ഥയിലല്ലെന്ന് കാണൽ. സംഘടന ഓർഗനൈസേഷൻ ഡിസ്അഡ്വാൻറ്റേജസ് പൊസിഷൻ, ഈസ് നോട്ട് ഇൻ എ ഡിസ്അഡ്വാൻറ്റേജസ് പൊസിഷൻ, സംഘടന ഒരു പ്രതികൂല അവസ്ഥയിലല്ല എന്ന് കാണല്. അപ്പൊ അനുകൂല അവസ്ഥയിലാണ് എന്നുള്ളത്. പ്രതികൂല അവസ്ഥയിലല്ലെന്ന് കാണല്. Next, third point, to ensure that the organization get all the benefits which can easily and comparatively come to it in
നോർമൽ സർക്കംസ്റ്റാൻസസ് സാധാരണ സാഹചര്യങ്ങളിൽ എളുപ്പത്തിലും താരതമ്യേന ലഭിക്കുന്നതുമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും സ്ഥാപനത്തിനുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ. To ensure ചെയ്യുക എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക that the organization gets all benefits which can easily and comparatively come to it in normal circumstances. സാധാരണ സാഹചര്യത്തിൽ എളുപ്പത്തിലും താരതമ്യേന വേഗത്തിലും ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സ്ഥാപനത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. Next, fourth point, to see that the distinct future of the organization is not a bargain for the present. Present situation മാത്രമല്ല future situation കൂടി നമ്മൾ കണക്കാക്കണം. To see that the distinct future എന്താകും ആ ഒരു ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രസന്റ് സിറ്റുവേഷൻ മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി അവരെ എന്ത് ചെയ്യാണ് പരിഗണനയിൽ എടുക്കണം. Next, ensure that the terms and conditions are settled in apparent terms and nothing is left to interpretation which may result in misunderstanding and bitterness. അടുത്ത് നോക്കിയേ, നമ്മൾ അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിബന്ധനകളും വ്യവസ്ഥകളും വ്യക്തമായ നിബന്ധനകളാൽ അധിഷ്ഠിതമാണ്. അവിടെ വേറൊരു ഇന്റർപ്രിട്ടേഷന്റെ ഒരു തെറ്റിദ്ധാരണയ്ക്കും ഒരു ബിറ്റർനെസ് അല്ലെങ്കിൽ ഒരു കയ്പിനും തെറ്റിദ്ധാരണയ്ക്കോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. വ്യാഖ്യാനം കൊടുക്കുന്നതിനുള്ള ഒരു അവശേഷിപ്പും അവിടെ ഇല്ല. എല്ലാരും എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എന്താണ് ക്ലിയർ ആണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ സെറ്റിൽഡ് ഇൻ അപ്പാരന്റ് ടേംസ് ആൻഡ് നത്തിങ് ഈസ് ലെഫ്റ്റ് ടു ഇന്റർപ്രിട്ടേഷൻ. ഒന്നും നമ്മളവിടെ എന്താ പറയാ ഒരു തെറ്റിദ്ധാരണയുടെ ഒരു അല്ലെങ്കിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്ന വ്യാഖ്യാനങ്ങൾ ഒന്നും അവിടെ അവശേഷിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവിടെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ എല്ലാം സെറ്റിലാണ് എന്ന് എൻഷുർ ചെയ്യുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ. സ്ട്രാറ്റജീസ് തന്ത്രങ്ങള് രൂപപ്പെടുത്തുക. ഫോർമുലേറ്റിംഗ് തന്ത്രങ്ങള് രൂപപ്പെടുത്തുക. Plan of action designed to achieve a long-term aim and tactics are vital part of negotiation. തന്ത്രങ്ങൾ, ടാക്ടിക്സ് എന്ന് പറഞ്ഞാലും തന്ത്രങ്ങൾ തന്നെയാണ്. തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക എന്നുള്ളത് ദീർഘകാല ലക്ഷ്യം കൈവരിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രവർത്തന പദ്ധതി. A plan of action designed to achieve a long-term aim. ഒരു ദീർഘകാല ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രവർത്തന പദ്ധതി, അതാണ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞത്. നമ്മൾ പ്ലാനിങ് വേണം, തന്ത്രങ്ങള്. ഓക്കെ, ഒരു എയിം, ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്ലാന്, ഇതാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ തന്ത്രങ്ങള് രൂപപ്പെടുത്തിയെടുക്കുക. ഇത്രയും അതിനകത്ത് വരുന്ന പോയിന്റ്സ് ആട്ടോ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. അതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. നെഗോഷിയേഷൻ കമ്മിറ്റി ഇൻക്ലൂഡ്സ് ഓഫ് ദ പർച്ചേസിംഗ് മാനേജർ, finance manager, particular person from the user department and most probably administration also. Underline ചെയ്തിട്ടോ. നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവര് ആരൊക്കെയാണ്? നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവര് ആരൊക്കെ വരുന്നതെന്ന് നോക്കിയേ. ആരൊക്കെയാണ്? പർച്ചേസ് മാനേജർ വരുന്നുണ്ട്. ഫിനാൻസ് മാനേജർ, particular person from the user departmentil നിന്നുള്ള ഒരു particular person and most probably administration also. അതുകൂടാതെ ഒരുപക്ഷെ അഡ്മിനിസ്ട്രേഷനും ഉൾപ്പെടാം. അണ്ടർലൈൻ ചെയ്തോട്ടോ. നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്ത് which of the following are included in negotiation committee? ഏതൊക്കെ പേഴ്സൺ ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാം. നെഗോഷിയേഷൻ കമ്മിറ്റിയിലെ കീഴിൽ വരുന്നവരാരൊക്കെ അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തത് ആരൊക്കെ ചോദിക്കാം.
like a purchase manager, finance manager, particular person from the user department and administration also. Negotiation committee varunnathanu. Okay, underline cheyidille. ഇനി വരുന്നത് പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷന്റെ പ്രോസസ്സ്, ചർച്ചകള് പറഞ്ഞു, അതിന്റെ ഘട്ടങ്ങള് 3 ഫേസ് ആയിട്ടാണ്. പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. അത് 3 ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ത്രീ ഫേസസ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷന്റെ 3 ഫേസുകള് ഏതൊക്കെയാണ്? പ്രീ നെഗോഷിയേഷൻ ഫേസ്, ചർച്ചയ്ക്ക് മുന്നുള്ള ഫേസ്, ഘട്ടം. ദെൻ രണ്ടാമത്തെ മീറ്റിംഗ് ഫേസ്, മീറ്റിംഗ് ചെയ്യുന്ന മീറ്റിംഗ് ഫേസ് ആണ്. പിന്നെ മൂന്നാമത്തെ ചർച്ചയ്ക്ക് ശേഷമുള്ള പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഈസ് ഓൾസോ നോൺ ആസ് എന്നറിയപ്പെടുന്ന എക്സിക്യൂട്ടീവ് ഫേസ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഫേസ് എന്ന് അറിയപ്പെടുന്ന ഫേസ് ഏതാണ്? എക്സാമിന് ചോദിക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫേസ് ഈസ് ഓൾസോ ടൈംഡ് ആസ് എക്സിക്യൂട്ടീവ് ഫേസ്? ഏതാ? പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. ഏതാ? എക്സിക്യൂട്ടീവ് ഫേസ് എന്ന് അറിയപ്പെടുന്നത് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ആണ്. 3 ഫേസുകൾ പഠിച്ചില്ലേ നെഗോഷിയേഷന്റെ? 3 ഫേസ് ഉണ്ട്. പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, തേർഡ് വൺ പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, സ്റ്റെപ്പ് 5 സ്റ്റെപ്സ് ആയിട്ടാ പറഞ്ഞേക്കുന്നത്. 5 സ്റ്റെപ്സ്. കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ, മെറ്റീരിയലിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രീ നെഗോഷിയേഷൻ ഫേസിൽ വരുന്ന കാര്യങ്ങളാട്ടോ അത്. ഇതിന് 5 സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് സ്റ്റെപ്പ് 1 എന്താണ്? കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ, മെറ്റീരിയലിനെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ. സെക്കൻഡ് 1 അനാലിസിസ്, അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ ട്രെൻഡേഴ്സ്, മറ്റുള്ള ട്രെൻഡറുകളിൽ നിന്നുമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് അത് അനലൈസ് ചെയ്യുന്നു. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻഡ്, ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ, അതിൽ കൂടെ നമുക്ക് എത്രത്തോളം പോകാൻ പറ്റും. ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻഡ്. ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നു. ഒബ്ജക്റ്റീവ്സ് നമുക്ക് എത്രത്തോളം പരമാവധി പോകാൻ പറ്റും, ആ ഒരു ഇതിലൂടെ നമുക്ക് എത്രത്തോളം പരമാവധി പോകാൻ പറ്റും. ദെൻ ഫോർ ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്, സ്ട്രാറ്റജീസ് രൂപപ്പെടുത്തുക. ദെൻ 5ാമത്തെ പ്രിലിമിനറി ടാക്ടിക്സ്. പ്രിലിമിനറി ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങള്, പ്രാഥമിക തന്ത്രങ്ങള്. ഇതെല്ലാം പ്രീ നെഗോഷിയേഷൻ ഫേസിൽ വരുന്നതാണ്. ഓക്കെ, കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ, രണ്ടാമത്തെ അനാലിസിസ്, മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻഡ്, ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്, പ്രിലിമിനറി ടാക്ടിക്സ്, പ്രാഥമിക തന്ത്രങ്ങള്. ഇനി നോക്കിയേ മീറ്റിംഗ് ഫേസ്. മീറ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, വിൽ നോട്ട് ബി കംപ്ലീറ്റഡ് ഇൻ 1 മീറ്റിംഗ്. ഒറ്റ മീറ്റിംഗിൽ തീരുന്നതല്ല. മീറ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒറ്റ മീറ്റിംഗിൽ തീരുന്നതല്ല. അതിനെ നമ്മൾ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മീറ്റിംഗ് ഫേസ്, എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, രണ്ടാമത്തെ ഡിസ്കഷൻ മീറ്റിംഗ്, ദെൻ മൂന്നാമത്തെ എഗ്രിമെന്റ് മീറ്റിംഗ്. അത് നോക്കിക്കോളൂ കേട്ടോ. മീറ്റിംഗ് ഫേസ് ഓൾസോ ഡിവൈഡ് ഇൻ ടു 3. ഏതൊക്കെയാണ്? എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്, എഗ്രിമെന്റ് മീറ്റിംഗ്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പരിവേഷണ യോഗം. പരിവേഷണ യോഗം, എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, പരിവേഷണ യോഗം. 2 parties introduce themselves and information analyzed. 2 പാർട്ടികൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് അവിടെ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? വിവരങ്ങൾ അവിടെ വിശകലനം ചെയ്യുന്നു. ഇതാണ് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്. മീറ്റിംഗിൽ എന്താണ്? 2 പാർട്ടികൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഇൻഫർമേഷൻ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഡിസ്കഷൻ മീറ്റിംഗിൽ എന്താ? ഇഷ്യൂ, അവിടുത്തെ ഇഷ്യൂ എന്താണ് അത് ഡിസ്കസ് ചെയ്യുന്നു. അറിയാലോ, ഡിസ്കഷൻ മീറ്റിംഗിൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യും. ദെൻ മൂന്നാമത്തെ എഗ്രിമെന്റ് മീറ്റിംഗ്. എഗ്രിമെന്റ് മീറ്റിംഗിൽ ഏതാ? എഗ്രിമെന്റ് റീച്ച്ഡ് ആൻഡ് കോൺട്രാക്ട് ഈസ് സൈൻഡ് ബൈ ബോത്ത് ദ പാർട്ടീസ്. എഗ്രിമെന്റ് മീറ്റിംഗിൽ എന്താ? എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരും.
അപ്പൊ ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവരൊരു എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുകയും ആൻഡ് കോൺട്രാക്ട് ഈസ് സൈൻഡ് ബൈ ബോത്ത്, രണ്ട് പാർട്ടികളും ആ കരാറ് അല്ലെങ്കിൽ ഉടമ്പടിയിൽ എന്ത് ചെയ്യുന്നു, സൈൻ ചെയ്യുന്നു. എഗ്രിമെന്റ് മീറ്റിംഗ്, എഗ്രിമെന്റ് റീച്ച്ഡ് at and the contract is signed by both the parties. രണ്ട് പാർട്ടികളും തമ്മിൽ എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് സൈൻ ചെയ്യും. കോൺട്രാക്ട് is signed by both the parties. നോക്കിയേ ഒന്ന്, 3 ഫേസുകൾ നോക്കിയേ. വായിച്ചു നോക്കി വേഗം. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്, then എഗ്രിമെന്റ് മീറ്റിംഗ്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗിൽ എന്താ, two parties introduce themselves and information analyze. രണ്ട് പാർട്ടികൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഇൻഫർമേഷൻ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ഡിസ്കഷൻ മീറ്റിംഗിൽ ഇഷ്യൂസുകൾ, പ്രശ്നം എന്താണ്, ഇഷ്യൂ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നു. എഗ്രിമെന്റ് മീറ്റിംഗിൽ അവരെന്ത് ചെയ്യുന്നു, ഒരു എഗ്രിമെന്റ്, ആ ഡിസ്കഷനിലൂടെ അവരൊരു എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുകയും ആ കോൺട്രാക്ട് രണ്ട് പാർട്ടികളും എന്ത് ചെയ്യുന്നു, സൈൻ ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ മീറ്റിംഗ് ഫേസ്? ഓക്കെ. ദെൻ ഇനി അടുത്തത് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. അപ്പൊ തന്നെ ഞാൻ ആ ക്വസ്റ്റ്യൻ പറഞ്ഞു, ഏതാണ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഈസ് ഓൾസോ നോൺ ആസ് എക്സിക്യൂട്ടീവ് ഫേസ്. അവിടെ എന്താ, എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്. അപ്പൊ ഏത് ഫേസിൽ എഗ്രിമെന്റ് നടപ്പിലാക്കുന്നത്, ഏത് ഫേസാ, ഏത് ഫേസിലാണ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. അവിടെ എന്താ, എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്, കരാറ് നടപ്പിലാക്കുന്നു. സ്റ്റെപ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. അതില് ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ, എന്താണ്, പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. എന്തെല്ലാം സാധനങ്ങൾ നമ്മൾക്ക് വാങ്ങണം, പർച്ചേസ് ചെയ്യണം എന്നതിലുള്ള ഒരു ഓർഡർ കൊടുക്കുന്നു അവിടെ. ഓക്കെ, to place the purchase order, purchase order കൊടുക്കുന്നു. ഓക്കെ. രണ്ടാമത് നോക്കിയേ, ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ്. ആ സോഴ്സ് അത് ഇൻസ്പെക്ട് ചെയ്യുന്നു, പരിശോധിക്കുന്നു. ഇനി ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ്, ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, പരിശോധിക്കുക. ഇൻസ്പെക്ഷൻ സോഴ്സ് പരിശോധിക്കുന്നു. Then മൂന്നാമത്തെ എന്താ, ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോർസ്. ഞങ്ങളുടെ സ്റ്റോറുകളിൽ ഒരു പ്രത്യേക ഐറ്റം റിസീവ് ചെയ്യുന്നു. ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റം, ഏതാണെന്ന് വെച്ചാൽ ഒരു ഐറ്റം, പർട്ടിക്കുലർ ഐറ്റം റിസീവ് ചെയ്യുന്നു. ഇനി ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമിസിസ്. പ്രിമിസിസ് എന്ന് പറഞ്ഞാൽ പരിസരത്ത്, നമ്മുടെ പരിസര പ്രദേശത്ത്, ഞങ്ങളുടെ പരിസരത്ത് പരിശോധന നടത്തുന്നു. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, മെറ്റീരിയൽസ് ഹോസ്പിറ്റലിൽ എത്തിക്കൂലേ, എത്തിയതിന് ശേഷമുള്ള പരിശോധന, അതാണ് കേട്ടോ അത് ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽസ് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷമുള്ള ഒരു പരിശോധന ആണ് ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമിസിസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം എല്ലാം കറക്റ്റ് ആണോ, ഓക്കെ ആണോ, നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ, അന്നപ്പോൾ ഒരു പ്രാഥമിക പരിശോധന നടത്തുമല്ലോ. ഇത്ര ബോക്സ് ഉണ്ടെങ്കിൽ അത്രയും ബോക്സ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നോക്കൂലേ, അതാണ് ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമിസിസ് എന്ന് പറയുന്നത്. എന്താണ്, മെറ്റീരിയൽസ് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമുള്ള പരിശോധന. അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്, അത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്നു. അത് നമുക്ക് ആവശ്യമാണെങ്കിൽ അതിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. റെക്കോർഡ് ഇൻ സ്റ്റോക്ക് രജിസ്റ്റർ, അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സ്റ്റോക്ക് രജിസ്റ്ററിൽ അത് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ഇൻ സ്റ്റോക്ക് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുന്നു. ഇൻസ്റ്റോൾ ചെയ്യുന്നത്, സംഭരിക്കുക, അതാണ് ഇൻസ്റ്റോളിംഗ്. അവിടെ ഒരു കാര്യം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാണ്. മൂലധന ഉപകരണങ്ങൾ എന്ന് പറയും. വളരെ വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാങ്ങുന്നതല്ല. വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഹോസ്പിറ്റലിന്റെ ഒരു സ്ഥിരം ആസ്തി, അതിനെയാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയും ഓർത്താൽ മതി, വളരെ വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാങ്ങുന്നതല്ല. അതാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഇൻസ്റ്റോളിംഗ് ഓർ സ്റ്റോറിംഗ്. ഇൻസ്റ്റോളിംഗ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓർ സ്റ്റോറിംഗ് എക്യുപ്മെന്റ്, വളരെ വില കൊടുത്ത് വാങ്ങുന്ന എക്യുപ്മെന്റ്. ഓക്കെ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്.
അത് ഹോസ്പിറ്റലിന്റെ ഒരു അസേർട്ടാണ്, ഒരു സ്ഥിര ആസ്തികളാണ് അത്. മൂലധന ഉപകരണങ്ങള്. ദെൻ അടുത്തത് എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് പേയ്മെന്റ്. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി നിങ്ങള്. ഏതാണ് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിൽ എഗ്രിമെന്റ് ക്യാരി ഔട്ട് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. അതിന്റെ കീഴിൽ വരുന്നത് സ്റ്റെപ്സുകളാണ്. പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിലുള്ള സ്റ്റെപ്പുകൾ: to place the purchase order, inspection at the source, to receive a particular item in our stores, inspection at our premises, accepted or rejected, record in stock register, installing or storing, payment. Okay. അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 3 ഫേസുകൾ പഠിക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 3 ഫേസിലെ മീറ്റിംഗ് ഫേസും അതിന്റെ 3 സ്റ്റെപ്പ്. മറ്റേതൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. പ്രീ നെഗോഷിയേഷൻ ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്, അതിനകത്ത് ഏതാണ് എഗ്രിമെന്റ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, ഏതാണ് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിലാണ്. ക്ലിയർ അല്ലേ? ഇതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ 3 ഫേസുകൾ പഠിക്കണം. ഓക്കെ, 3 ഫേസുകൾ, നെഗോഷിയേഷന്റെ 3 ഫേസുകൾ: പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് എന്നുള്ള പഠിക്കാം. അപ്പൊ പ്രീ നെഗോഷിയേഷൻ ഫേസിൽ തന്നെ 5 സ്റ്റെപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. പിന്നെ മീറ്റിംഗ് ഫേസിൽ എന്താണ്? മീറ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒറ്റ മീറ്റിംഗിൽ കംപ്ലീറ്റ് ആവുന്നില്ല. അതിന് നമ്മൾ 3 ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്ത് 3 സ്റ്റെപ്പ് 3 ആയിട്ട് മീറ്റിംഗ് ഫേസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്, എഗ്രിമെന്റ് മീറ്റിംഗ്, 3 എണ്ണം. ഓക്കെ, ഇനി പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്, കരാറ് നടപ്പിലാക്കുന്നു. അതിലെ പല സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അതൊന്ന് വെറുതെ വായിച്ചു നോക്കിയാൽ മതി. ഇതിൽ നിങ്ങൾ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. 3 ഫേസുകൾ പഠിക്കുക. അതിൽ മീറ്റിംഗ് ഫേസിൽ വരുന്ന 3 ഇതിനകത്ത് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന ഏത് ഫേസിലാണ്, എന്തിലാണ്, അല്ലെങ്കിൽ ഏത് ഫേസിലാണ്, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ 5 സ്റ്റെപ്പ് പ്രീ നെഗോഷിയേഷന്റെ പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് ക്യാരി ഔട്ട് ചെയ്യുന്നതാണെന്നുള്ളത് നോക്കാം. പിന്നെ അതിന്റെ സ്റ്റെപ്പുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ കേട്ടോ. ഇത്രയേ ഉള്ളൂ അതിനകത്ത് പഠിക്കാൻ. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും വരുന്നതാണ്. പർച്ചേസിംഗ് പ്രൊസീജിയർ ആർക്കാരും ഇന്ന് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നതാണ്, ഇങ്ങനെ ചോദിക്കാം. ഈ ഒരു ഭാഗത്തുനിന്നും ഇമ്പോർട്ടന്റ് ആണ് പർച്ചേസിംഗ് പ്രൊസീജിയർ. നമുക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ നോക്കാം. പർച്ചേസിംഗ് പ്രൊസീജിയർ കുറെ ഉണ്ട്, എത്ര ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. പർച്ചേസിംഗ് പ്രൊസീജിയറിൽ ആദ്യം വരുന്നതാണ് പർച്ചേസ് റിക്വസിഷൻ. പർച്ചേസ് റിക്വസിഷൻ, റിക്വസ്റ്റ് കൊടുക്കുന്നു. അത് ആരിൽ നിന്ന് ആരിലേക്കാണ്? റിസീവ്ഡ് ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് ലൈൻ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് ഏതുള്ളത് മാത്രം നമുക്ക് നോക്കാം. 2-3 മിനിറ്റ് ഉണ്ടല്ലോ. ഇത് നമുക്ക് 1 മിനിറ്റ് പോലും നമുക്ക് കളയാനില്ല. ഇന്നലെ നമുക്ക് ക്ലാസ് കിട്ടിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങളുടെ പോർഷൻസ് എല്ലാവർക്കും വേഗം പോർഷൻ തീരുന്ന എക്സാം നടത്തി വേഗം സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല ആഗ്രഹം അല്ലേ? വേഗം ക്ലാസ് ഒക്കെ തീർന്ന സർട്ടിഫിക്കറ്റ് കിട്ടി വേഗം ജോലി കയറാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് അതല്ലേ അതെ എസ്റ്റിമേറ്റ്. അപ്പൊ നമ്മൾ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇനി അതിനുള്ള ടൈമും ഇല്ല. ഇതെല്ലാം വലിയ വലിയ ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് 1 സെക്കൻഡ് പോലും നമുക്ക് കളയാനില്ല. കറക്റ്റ് 11:30 എന്ന് പറഞ്ഞാൽ അതുവരെയും എടുത്താലാണ് നമുക്ക് അത്രയും പോർഷൻസ് തീരുള്ളൂ. ഓക്കെ, മാക്സിമം നമുക്ക് ഇനി കിട്ടുന്ന ക്ലാസ്സുകൾ കളയാൻ പറ്റില്ല. ഫസ്റ്റ് പർച്ചേസിംഗ് പ്രൊസീജിയറിലെ പർച്ചേസ് റിക്വസിഷൻ ആണ്. പർച്ചേസ് റിക്വസിഷൻ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് അതിന്റെ റിക്വസ്റ്റ് കൊടുക്കാണ്. പർച്ചേസ് റിക്വസിഷൻ അത് എവിടെ നിന്നാന്ന് നോക്കിയേ? received from user department to the purchasing department. Purchasing department എവിടെന്നാ? received from എവിടെ നിന്ന് എവിടേക്കാ? from user department. user departmentil നിന്ന് എങ്ങോട്ടാ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു. അത് തിരിഞ്ഞു പോരുത്, ഇപ്പൊ തന്നെ നിങ്ങൾ അത് നോക്കി വെക്കുക കേട്ടോ. റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു. യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക്
പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു. പർച്ചേസ് റിക്വസിഷൻ ഫ്രം ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റിന്? യൂസർ ഡിപ്പാർട്ട്മെന്റ്. യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ പർച്ചേസ് റിക്വസിഷൻ ആരാ വാങ്ങണേ? ആരാ വാങ്ങുന്നേ? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിക്വസിഷൻ കൊടുക്കുന്നു. അപ്പൊ ആരാ വാങ്ങണേ? ആരാ അവിടെ വാങ്ങുന്നേ? പർച്ചേസ് റിക്വസിഷൻ വാങ്ങുന്ന ആരാ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ അല്ലേ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് റിക്വസിഷൻ വാങ്ങുന്നത്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. received from user department to the purchasing department. ക്ലിയർ ആണേ നോക്കിയേ. യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു. അത് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, അതിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു. ഇപ്പൊ യൂസർ ഡിപ്പാർട്ട്മെന്റ് ആവാം. യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ലാബാണ്. ലാബില് നമുക്ക് എന്തെങ്കിലും സ്റ്റെതസ്കോപ്പ്, എന്തെങ്കിലും മെറ്റീരിയൽസ്, അതിപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അത് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ ഉപയോഗിക്കുന്ന സ്കാനർ അല്ലെങ്കിൽ എക്സ്റേ മെഷീൻ ഏതെങ്കിലും നമുക്ക് വേണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ്, അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇപ്പൊ ഈ എക്സ്റേക്ക് വേണ്ടത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? എക്സ്റേ ഇതൊക്കെ നമ്മള് അതിനകത്ത് നമ്മളിപ്പോ എക്സ്റേ വേണ്ടത്, അത് എക്സ്റേ മെഷീൻ വരുന്നത് എക്സ്റേ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ആ ഒരു സ്കാനിങ് ഇതിന്റെ ഒക്കെ സാധനങ്ങൾ വേണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ. ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ സംബന്ധിച്ച് സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ, ഡേറ്റ് ഇൻ വിച്ച് ഐറ്റം ഷുഡ് ബി റിസീവ്ഡ്. ഇത് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് നമുക്ക് പർച്ചേസിംഗ് പ്രൊസീജിയർ തുടങ്ങി ഒന്നുകൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു സെക്ഷൻ ആണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നിങ്ങൾക്ക് മിസ് മാം അല്ലേ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ.